ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മീ ഹാജിറ. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിത് കുറച്ച് ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കുട്ടി വ്ളോഗായിട്ടിടുന്നതാണ്. ആകെ 2 മിനിറ്റ്സോ 3 മിനിറ്റ്സോ ഒക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യം വേണ്ട ബുക്സുകൾ മാത്രമേ ഈ ഒരു ടേബിളിൽ വെക്കാറുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ മിസ്സായി പോവരുത് എന്ന് വിചാരിക്കുന്ന ബുക്സും എനിക്ക് വായിക്കാനുള്ള ബുക്സും മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ. സോ ഇന്ന് ഫ്രൈഡേ ആണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഫ്രൈഡേ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 10th റിസൾട്ട് വന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർമ്മിച്ചു കേട്ടോ. അപ്പോൾ ജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. ഇനി തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, കാരണം ഇത് എല്ലാത്തിൻ്റെ ഒരു തുടക്കമായിട്ട് കരുതുക. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു വൃത്തിയാക്കൽ പരിപാടികൾക്കൊക്കെ ശേഷം എന്നിട്ട് ഞാനൊരു പാത്രമൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റാർ പുളിഞ്ചിയുടെ മൂട്ടിലോട്ട് പോയി. എനിക്ക് കുറച്ച് സ്റ്റാർ പുളിഞ്ചി പറിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഞാൻ ഈ ഒരു സ്റ്റാർ പുളിഞ്ചിയുടെ സ്റ്റോറി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ വീട്ടിലുള്ള സ്റ്റാർ പുളിഞ്ചി നല്ല മധുരമുള്ളതായിരുന്നു. ഇതിൻ്റെ തന്നെ നല്ല പുളിപ്പുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു വേരിയേഷനാണ് എങ്ങനെയോ വന്നു വിട്ടത്. എന്നിട്ട് സ്റ്റാർ പുളിഞ്ചി ജ്യൂസ് അടിക്കാനുള്ള പ്ലാൻ മാറ്റി ഞാൻ ഷാർജ അടിച്ചു കുടിച്ചു. പിന്നെ ഇല്ലേ, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് ഞാൻ നോട്ടീസ് ചെയ്തു. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പല ഷോർട്ട് വീഡിയോസിലും എനിക്കിത് പറയാൻ പറ്റാത്തത് ടൈമിൻ്റെ ഡ്യൂറേഷൻ കുറവ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് ഞാൻ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും അതിൽ കുട്ടികളുടെ കമൻസ് ഒക്കെ നോക്കി അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് വെയിലൊക്കെ പോയിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. നേരെ വീണ്ടും സ്റ്റാർ പുളിഞ്ചിയുടെ മൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേരില്ലേ, അത് കറക്റ്റ് ഫോക്കസ് ആവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പേര് ഇലന്ത എന്നാണ്. നല്ല ഫ്രൂട്ടാണ്, പ്രത്യേകിച്ച് മധുരമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് കരിമ്പുര കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ടാണ് ഇലന്ത. ഞാൻ ഇനിഷ്യലി പറഞ്ഞില്ലേ, ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. സാറ്റർഡേ എനിക്ക് PSCയുടെ എക്സാം ഉണ്ട്. സോ ഫ്രൈഡേ നൈറ്റ് ഞാൻ ഈ PSCയുടെ എക്സാമിന് കൊണ്ടുപോവേണ്ട ഹാൾ ടിക്കറ്റും പിന്നെ പെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ID പ്രൂഫൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. പിറ്റേ ദിവസമായിട്ടുണ്ടെങ്കിൽ ഫുള്ളൊരു അലച്ചിലാണ്, അതെവിടെ ഇതെവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ID പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഞാൻ ബാഗിൽ വളരെ സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് നമുക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു, അതായത് ഒരു 7 o'clock ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ ഇനിഷ്യലി ഉള്ള ചില ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു നാട്ടിൻ പുറത്ത് ജനിച്ച ഒരാളാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വൈബൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടുകളിലേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമാണ്, അവരുടെ കുഞ്ഞു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട്. സോ അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ വലിയ നാട്ടിൻപുറം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.